welcome back to my channel Blush with Arya. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത് കൊറിയൻകാരുടെ അടിപൊളി വൈറലായിട്ടുള്ള ഫേസ് പാക്കാണ്. അവർ പലതരത്തിലുള്ള ഫേസ് പാക്കും യൂസ് ചെയ്യാറുണ്ട്. അവരുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കാനും ഗ്ലോയിങ് ആയിട്ടിരിക്കാനും പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്കുകൾ അവർ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അത് മാത്രമല്ല, ആ ഒരു ഫേസ് പാക്ക് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും നാച്ചുറൽ ആയിട്ട് ഗ്ലോയിങ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് പാക്കുകളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്ട്സ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള വീഡിയോയിലത്തെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എങ്ങനെ നമുക്ക് സ്കിൻ നാച്ചുറൽ ആയിട്ട് കുറേക്കാരുടെ പോലെ ഗ്ലോയിങ് ക്ലിയർ സ്കിൻ ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി ഫേസ് പാക്കാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നാച്ചുറലി ഗ്ലോയിങ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പാക്കും കൂടിയാണ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നോക്കാം. അത് മാത്രമല്ല, എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്, ആദ്യം നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുക്കണം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കാനാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ ഫ്ലാക്സ് സീഡാണ് ചേർക്കുന്നത് കേട്ടോ. ചണവിത്ത് മലയാളത്തിൽ പറയും. ഫ്ലാക്സ് സീഡ് നമ്മൾ ചേർക്കണം. 2 സ്പൂൺ ഫ്ലാക്സ് സീഡ്, 1 ഗ്ലാസ് വെള്ളം. ഇതാണ് കേട്ടോ കണക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് ചൂടാക്കി എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു വെച്ചാൽ അതായത് അടി പിടിക്കാതെ നമുക്കൊന്ന് കിട്ടും കേട്ടോ. പിന്നെയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ അരിപ്പൊടിയൊക്കെ കൊറിയൻ ഫേസുകാരുടെ അവരുടെ ഫേസ് പാക്കിൽ ഉൾപ്പെടുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഫ്ലാക്സ് സീഡ്, അരിപ്പൊടി എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗ്രാം ഫ്ലോർ, അതായത് മറ്റേ കടലമാവാണ് കേട്ടോ. അപ്പോൾ ഈ കടലമാവ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ട അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് 3ആണ് നമ്മുടെ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ്. ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മളതൊന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ ജസ്റ്റ് അത് ഇരുന്നിട്ട് കുറുകിക്കോളൂ കേട്ടോ. പിന്നെ ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്ലൈ ചെയ്യാൻ. മറ്റേ ഫ്ലാക്സ് സീഡിൻ്റെ ജെൽ അറിയാമല്ലോ, കുറച്ച് ജെൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിൽ നമ്മളിത് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ കൊറിയൻസ്കാരുടെ സ്കിന്നൊക്കെ നമ്മൾ എന്താ പറയുക, നോക്കുമ്പോൾ എന്ത് ഭംഗിയുള്ളവരുടെ സ്കിൻ കാണാൻ. നല്ല നാച്ചുറൽ ഗ്ലോ എന്ന് പറയാൻ പറ്റില്ല, ഇൻഗ്രീഡിയൻസ് ഇതുപോലത്തെ കുറേ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവരുടെ ഭയങ്കര ഗ്ലോയിങ് ആണ്. അത് മാത്രമല്ല, അവരുടെ സ്കിൻ ക്ലിയർ സ്കിന്നാണ്. ഒരു കുരു പോലും നമുക്ക് അവരുടെ സ്കിന്നിൽ കാണാൻ പറ്റില്ല. അത്രയ്ക്കും നന്നായിട്ടാണ് അവർ സ്കിൻ കെയർ ചെയ്യുന്നത് കേട്ടോ. കൊറിയൻ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അവർ പലതരത്തിലുള്ള പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ സ്കിൻ നാച്ചുറലായിട്ട് എത്ര ഏജ് ആയാലും ആ ഒരു ഏജ് അവരുടെ ഫേസിൽ കാണാൻ പറ്റില്ല. അത്രയ്ക്കും നന്നായിട്ടാണ് അവർ സ്കിൻ കെയർ ചെയ്യണത്. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റൊക്കെ വാങ്ങി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. സോ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ആ ഒരു കൊറിയൻ സ്കിന്നുകാരനെ പോലെ തന്നെ നാച്ചുറലായിട്ട് ഗ്ലോയിങ് ചെയ്യാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇത് കേട്ടോ. നമ്മുടെ കുറച്ച് പ്രായം എത്തുമ്പോൾ നമ്മുടെ ഈ ഒരു കൊളാജിൻ പ്രൊഡക്ഷനൊക്കെ കുറയും കേട്ടോ. അപ്പോൾ കൊളാജിൻ പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ പ്രായം കുറയ്ക്കാനും ഒക്കെ ഈ ഒരു ഫ്ലാക്സ് സീഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. omega-3 ഒക്കെ ഉണ്ട്, വൈറ്റമിൻസ് വളരെ ധാരാളം അടങ്ങിയിട്ടുണ്ട്, കൊളാജിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഏജൊക്കെ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ കണ്ടോ, ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഞാനൊരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഫേസ് വാഷ് ചെയ്യണത് കേട്ടോ. ആ ഒരു ഫസ്റ്റ് നമ്മൾ ഫേസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അത് മാറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റനിങ് നമുക്ക് തോന്നിട്ടോ. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയ പോലെ ഒറ്റ യൂസിൽ നമുക്ക് തോന്നും. അതാണത് മെയിനായിട്ട് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഫ്ലാക്സ് ജെല്ലൊക്കെ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കാനും പ്രായം ഒട്ടും തോന്നിക്കാതിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല്, അരിപ്പൊടി എന്നൊക്കെ പറയണം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ, കുറച്ച് പ്രായം ചെന്നവരൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ചെയ്യാനും അത് മാത്രമല്ല സ്കിന്നിൽ പ്രായം കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാക്കും കൂടിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് നല്ല ഗ്ലോയിങ് ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്കും കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.